കോൺഫിഡൻസ്. എന്താണ് ഈ കോൺഫിഡൻസ്? നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അതിൻ്റെ ഒരു പ്രൊജക്ഷനാണോ, അതോ നമ്മുടെ മനക്കരുത്തും അതേപോലെ ദേഹക്കരുത്തും അതേപോലെ ഹെൽത്തും അത് എക്സ്യൂബറേറ്റ് ചെയ്യുന്ന കോൺഫിഡൻസ് ആണോ? അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സായിട്ട് നമുക്കറിയാവുന്നതും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്നതും ആൻഡ് സംടൈംസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ഫസാഡാണോ ഈ കോൺഫിഡൻസ്? ഇത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ഇപ്പോൾ യോഗയിലാണെങ്കിലും ശരി, ഡാൻസിലാണെങ്കിലും ശരി, ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഫ്രം ദ പീസ് യു ഹാവ്. സ്റ്റേജിൽ കയറുമ്പോൾ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നെർവസ്നെസ്, ഇറ്റ്സ് എ വെരി നാച്ചുറൽ തിങ്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് സംസാരിക്കാനാണെങ്കിലും ശരി, ഡാൻസ് ചെയ്യാനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും നമ്മൾ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പോലും നമുക്ക് ആ ഒരു ചെറിയ നെർവസ്നെസ്സും അതേപോലെ ബോഡിയിലൊരു ഫീലിങ്ങും ചിലപ്പോൾ ഒരു അഡ്രിനലിൻ റഷും എല്ലാം വരും. അത് ഒരു പോയിന്റ് വരെ അത് നമ്മളെ കുറച്ചൊരു എഡ്ജിയാക്കും. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് കയറും. ആ ഫ്ലോയിൽ കയറി നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ആ കോൺഫിഡൻസ് വരുള്ളൂ. അറിയാവുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ, അറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ, അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ആർട്ട് ഫോം ആണെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ആ കോൺഫിഡൻസ് കയറി വരും. ഇത് ഞങ്ങൾ ഡാൻസിൽ നമ്മൾ നവരസാസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ വീരം എന്ന് പറയുന്നൊരു ഭാവമുണ്ട്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ശ്രീരാമൻ്റെയും അതേപോലെ വാരിയേഴ്സിൻ്റെയൊക്കെയാണ്. പക്ഷേ അത് നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്കറിയാം ശ്രീരാമൻ്റെ വീര്യം അല്ലെങ്കിൽ വീരം എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ അതിലൊരു പീസ് ഉണ്ട്. അതല്ല, വളരെ ശാന്തസ്വരൂപനായിട്ട് ദ കോൺഫിഡൻസ് ഇസ് ദ വീരം പാർട്ട്, നോട്ട് ദ മസ്കുലർ സ്ട്രെങ്ത്, നോട്ട് ദ നോളജ്. ആ ശാന്തത കിട്ടാനാണ് നമുക്കൊക്കെ ബുദ്ധിമുട്ട്. ചില സമയം നമ്മളിപ്പോൾ ഈവൻ ഒരു എന്താ പറയുക, ഒരു പാനൽ ഓഫ് ഡിസ്കഷനൊക്കെ ചെയ്യുമ്പോൾ പലരും ഒരുപാട് അറിയാം. അപ്പോൾ നമുക്ക് മാക്സിമം എന്താ പറയുക സ്പേസ് എടുക്കുക. ഇപ്പോൾ ബിഗ് ബോസിൽ തന്നെയാണെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സാധനം, നമ്മൾ സ്പേസ് എടുത്ത് സംസാരിക്കണം. ഞങ്ങൾക്ക് പലപ്പോഴും അങ്ങനത്തെ ഒരു അഡ്വൈസ് വരെ കിട്ടാറുണ്ട്, യു മേക്ക് യുവർ സ്പേസ്. പക്ഷെ അതല്ല സ്പേസ്. എന്താന്ന് വെച്ചാൽ കാര്യം അറിയാതെ ചുമ്മാ ബഹളം ഉണ്ടാക്കുന്നതല്ല സ്പേസ്. ആൻഡ് ദാറ്റ് ഒരു സ്ഥലത്ത് നമ്മൾ സംസാരിച്ചു എന്ന് വെച്ചിട്ട് അതൊരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത് എന്നേ അല്ല. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മുഴുവനായി മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. അതിപ്പോൾ ഈവൻ പേഴ്സണൽ സ്പേസിലാണെങ്കിലും ശരി, ഒരു സഭയിലാണെങ്കിലും ശരി. അപ്പോൾ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, നെർവസ്നെസ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എല്ലായിടത്തും നോക്കും. യുവർ ബോഡി സ്റ്റാർട്ട്സ് ടു ഫീൽ ദ ജിറ്ററിനെസ്. ആ ജിറ്ററി ഫീലിംഗ് മാറ്റണമെങ്കിൽ ഒറ്റ കാര്യത്തിനെ പറ്റൂ, ഇറ്റ് ഇസ് യുവർ ബ്രെത്ത്. ഈ ബ്രീതിങ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും സൂപ്പർ എഫിഷ്യൻ്റ് ആണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എഫിഷ്യൻ്റ് ആണ്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ഫീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് കൂടുതൽ അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. ബ്രെത്ത് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ അറിയാതെ നടക്കുന്നൊരു കാര്യമാണ്. നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടെങ്കിലും ശ്രദ്ധയില്ലെങ്കിലും അത് തനിയെ നടക്കുന്നുണ്ട്. അതിന് താങ്ക് ഗോഡ്. പക്ഷേ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കരയുമ്പോൾ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ നമ്മുടെ ബ്രെത്ത് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ബ്രെത്ത് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ഒരു തരണം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബ്രെത്ത് പാറ്റേണും ഹാർട്ട് ബീറ്റും വേറെ വേറെയാണ്. ഡിസ്ഗസ്റ്റ് വരുമ്പോൾ, അറപ്പ് വരുമ്പോൾ, വെറുപ്പ് വരുമ്പോൾ ബ്രെത്ത് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ പല പല കാര്യങ്ങളിൽ നമ്മുടെ ഈവൻ തോട്ട്സ്, നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പല കാര്യങ്ങളും ആലോചിച്ച് പോയി അറിയില്ല, കുറേ സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ബ്രീതിങ് പാറ്റേൺ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. വെറുതെ, അതായത് ഇമോഷണലി ഇൻവോൾവ് അല്ലാതെ നമ്മൾ ആലോചിച്ചോ ഇങ്ങനെ
എന്താ പറയുക, ദിവാസ്വപ്നം കാണുക. ഇപ്പം നല്ല മഴയാണ്, ഒരു ചായയും വെച്ചുകൊണ്ട് വെറുതെ ദിവാസ്വപ്നം കാണുമ്പോൾ പോലും പല ഇമോഷനിൽ കൂടെ നമ്മുടെ മനസ്സ് പോകുമ്പോൾ നമ്മുടെ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. അപ്പൊ ശാന്തത എവിടെ കിട്ടും നമുക്ക്? അപ്പൊ ആ ശാന്തതയ്ക്കും നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ബ്രീതിങ് പാറ്റേൺ ഉണ്ട്. ആ ബ്രീതിങ് പാറ്റേൺ കണ്ടെത്തിയാൽ എവിടെ നമുക്ക് ശാന്തത വേണോ, കോൺഫിഡൻസിനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ശരി, ആ ശാന്തതയെ ആ ബ്രീതിങ് പാറ്റേൺ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് വളരെ വളരെ പ്രയോജനകരമായിരിക്കും. കാര്യം അപ്പോൾ നിങ്ങൾ ശരിക്കും ശാന്തത എന്ന് വിചാരിക്കുന്ന ആ ബേസ് കിട്ടും. ദേഷ്യം മാറുന്നല്ല, പക്ഷെ നമ്മുടെ റിയാക്ഷൻ, നമ്മൾ എന്ത് പറഞ്ഞാൽ നമുക്ക് അത് ഒരുപാട് ഡേഞ്ചറസ് ആവാതെ ഇരിക്കാം. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അലിച്ചു വാരി കയറിയൊക്കെ പറയാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ടെൻഡൻസിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകളും നമുക്ക് ഇഷ്ടമല്ലാത്ത വാക്കുകളൊക്കെ നമ്മുടെ വായിൽ വരും. പക്ഷെ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസ് ഒരു ശാന്തത വേണം. എന്നിട്ട് പറയേണ്ട കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ ആ ഒരു ബേസിൽ നിന്ന് തുടങ്ങിയാലേ പറ്റും. അത് ഒരു 2 മിനിറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് ആ ബ്രീതിങ് പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ പിന്നെ യു ഹാവ് ദീസ് റാഷണൽ തിങ്കിങ്, റാഷണൽ കോഗ്നിറ്റീവ്നെസ് ടു സ്പീക്ക്. അത് ഭയങ്കര ഭംഗിയുള്ളൊരു സംഗതിയാണ്. കാര്യം അത്രയും നമുക്ക് ദേഷ്യം വരുന്നത് ചിലപ്പോൾ നമ്മളെക്കുറിച്ചായിരിക്കും നമ്മളോട് കുറ്റം പറയുന്നത്, നമ്മളെക്കുറിച്ചായിരിക്കും നമ്മളോട് ഏറ്റവും നമുക്ക് കേൾക്കണ്ടാത്ത രീതിയിൽ നമ്മൾ അതിനെ തരണം ചെയ്യണത്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഇമോഷൻസ് റൈസ് ചെയ്യുമ്പോഴും ആ ബേസിലേക്ക് പോയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അതിൽ തന്നെ ഇരുന്നിട്ട്, അപ്പോഴും കേട്ടുകൊണ്ട് ഇരിക്കുകയായിരിക്കും, പക്ഷേ ആ 2 മിനിറ്റ് നമുക്കൊന്ന് ബേസ് ടച്ച് ചെയ്യാൻ പറ്റിയാൽ ആ ബേസിൽ നിന്ന് വരുന്ന റെസ്പോൺസ്, that creates a beauty. Our beauty is not just for yourself, but it is for the other person, for the situation, and that is the actual confidence. അപ്പോൾ ഇത് എളുപ്പമല്ല. എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല നമ്മുടെ എന്താണ് ഈ ശാന്തതയുടെ പേസ് എന്നുള്ളത്. അപ്പോൾ ലോങ് ബ്രെത്ത്സ്, ലോങ് ഇൻഹലേഷൻ ആൻഡ് ലോങ്കർ എക്സലേഷൻ, ഇത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പാറ്റേണിൽ വരുത്താൻ പറ്റും? എപ്പോഴെങ്കിലും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഒരു 4 കൗണ്ട് ഇൻഹലേഷൻ, 8 കൗണ്ട് എക്സലേഷൻ, അതിനൊരു വിഷ്വലൈസേഷൻ കൊടുക്കുക. സിമ്പിൾ ടെക്നിക്കാണ്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു. ഇപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ഉപയോഗം പലപ്പോഴും ആക്സസിബിൾ ആയിട്ട് വന്നേക്കണം. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പോയി മൈൻഡ്ലെസ് ആയിട്ട് മനോജ് പറയണം, എൻ്റെ ഹസ്ബൻഡ് യോഗ ടീച്ചറാണ്, മനോജ് പറയണ ഒരു ടെക്നിക്ക് എടുത്ത് പ്രയോഗിക്കുകയായിരുന്നു. ബിക്കോസ് ഹീസ് ഗിവിങ് ഇൻസ്ട്രക്ഷൻ, ഐ എം ഡൂയിങ് ഇറ്റ്. പക്ഷെ പലപ്പോഴും റൈറ്റ് ഫ്രം ബിഗ് ബോസ് അല്ലെങ്കിൽ അതിന് മുമ്പ്, അതുപോലെ ഇപ്പോൾ 4 കൊല്ലമായിട്ട് ഐ എം സ്റ്റേയിങ് അലോൺ. അച്ഛനും അമ്മയുണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ എൻ്റെ ഫാമിലി, അതായത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ എൻ്റെ അടുത്തില്ല. ഒരുപാട് സിറ്റുവേഷൻസ് ബിക്കംസ് നോട്ട് വാട്ട് യു വാണ്ട്. ആ സിറ്റുവേഷനിലെല്ലാം അറിയാതെ ഈ പാറ്റേണിലേക്ക് പോകുന്നുണ്ട്. ആ പാറ്റേണിലേക്ക് പോകുമ്പോൾ മാത്രമേ എനിക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ആ ക്ലാരിറ്റി, അഗൈൻ നോട്ട് 100%, നത്തിങ് ഈസ് 100%. പക്ഷെ എന്നാൽ പോലും ഞാൻ എവിടെയാണ് ഇതിൽ, ഞാൻ എന്താണ് ചെയ്യണേ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് എന്നോട് തന്നെ എനിക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആരാണ്? ഒന്നുമല്ല, പലതുമാണ്. അതിലെന്ത് വാല്യൂ ഉണ്ട്? ആ വാലിഡിറ്റി എനിക്ക് കോൺഫിഡൻസ് തരുമോ? ആ കോൺഫിഡൻസിൽ നിന്നും എനിക്ക് ഈ സമയങ്ങൾ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടിലാണ് അടുത്ത ദിവസമാവുന്നത്. അപ്പോൾ ഇങ്ങനൊരു ബേസ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് യുവർ നാച്ചുറൽ കോൺഫിഡൻസ്. യു ആർ ബിൽഡിങ് യുവർ നാച്ചുറൽ പീസ്, നാച്ചുറൽ കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എല്ലാവർക്കും ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ റിലാക്സ് റിലാക്സ് എന്ന് പറഞ്ഞാൽ ആർക്കും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നെർവസ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അതിനൊരു ടെക്നിക്ക് കൊടുത്ത്, ഒരു ബ്രീതിങ് പാറ്റേൺ കൊടുത്ത് അവർക്കത് റിലേറ്റബിൾ, ബോഡി ആൻഡ് മൈൻഡിന് റിലേറ്റബിൾ ആക്കിയാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു വർക്ക് വിത്ത്. സോ ഓൾ ദി ബെസ്റ്റ്, ഫുൾ കോൺഫിഡൻസ്.